ഗുരുവായൂർ ദേവസ്വത്തിനെതിരായ സംഘപരിവാറിന്റെ വ്യാജ പ്രചരണങ്ങൾ പൊളിയുന്നു. സഹകരണ ബാങ്കിൽ ഗുരുവായൂർ ദേവസ്വത്തിന്റെ 450 കോടി രൂപ കാണാനില്ലെന്ന സോഷ്യൽ മീഡിയ പ്രചാരണം തെറ്റാണെന്ന് ദേവസ്വം ഭരണസമിതി. ഗുരുവായൂർ ദേവസ്വത്തിന് സഹകരണ ബാങ്കുകളിലൊന്നും നിക്ഷേപമില്ലെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് ഹൈന്ദവ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കം സംഘപരിവാർ വീണ്ടും തുടങ്ങിക്കഴിഞ്ഞു. ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഗുരുവായൂർ ദേവസ്വത്തിന് സഹകരണ ബാങ്കിലുണ്ടായിരുന്ന 450 കോടി രൂപയുടെ നിക്ഷേപം കാണാതായി എന്ന സോഷ്യൽ മീഡിയ പ്രചരണം. ഭക്തന്മാർക്കിടയിൽ ആശങ്കയുണ്ടാക്കാൻ ബോധപൂർവം നടത്തുന്ന ശ്രമങ്ങളാണിതെന്ന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വത്തിന് ദേശസാൽകൃത ബാങ്കുകളിലും ഷെഡ്യൂൾഡ് ബാങ്കുകളിലും മാത്രമാണ് നിക്ഷേപമുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ 450 കോടി രൂപ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ചത് കാണാനില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള വാർത്തകൾ, ഇത് ഭക്തന്മാരുടെ ഇടയിലും അങ്കലാപ്പുണ്ടാക്കാനും ആശങ്ക ജനിപ്പിക്കാനും വേണ്ടി ബോധപൂർവം ചിലർ സൃഷ്ടിക്കുന്ന വാർത്തകളാണ്. യഥാർത്ഥത്തിൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഡെപ്പോസിറ്റുകൾ സഹകരണ ബാങ്കുകളിൽ ഇല്ല എന്ന് തന്നെ പറയാം. നാമമാത്രമായ രീതിയിലുള്ള ഒരു ഇതാണ്. കാരണം കേരള ബാങ്ക് അതിനൊരു സഹകരണ ബാങ്കായിട്ടല്ല ഇപ്പോഴും കണക്കാക്കുന്നത്, ഷെഡ്യൂൾഡ് ബാങ്ക് എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. ആ ഷെഡ്യൂൾഡ് ബാങ്കിലാണ് ഇപ്പോഴും ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കുറച്ച് ഡെപ്പോസിറ്റുകൾ ഉള്ളത്. ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ ഏറ്റവും കൂടുതൽ റേറ്റ് കോട്ട് ചെയ്തു എന്നുള്ള ആ ഒരു മാനദണ്ഡം വെച്ചുകൊണ്ട് കഴിഞ്ഞ 2 മാസത്തിനുള്ളിലാണ് ഒരു 7 കോടി രൂപയോ മറ്റോ അവരുടെ ഇതിൽ ഡെപ്പോസിറ്റ് ഉണ്ട്. വേറെ ഒരു ഡെപ്പോസിറ്റും ഒരു സഹകരണ ബാങ്കിലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഗുരുവായൂർ ദേവസ്വവുമായി ബന്ധപ്പെട്ട മറ്റു ക്ഷേത്രങ്ങളിലെ ദൈനംദിന വരവ് പോലും സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നില്ല. കുറച്ചു നാളുകളായി ഗുരുവായൂർ ദേവസ്വത്തെ തരം താഴ്ത്തി കാണിക്കാൻ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ് ഇത്തരം പ്രചരണങ്ങളെന്നും ദേവസ്വം ചെയർമാൻ പറഞ്ഞു. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള തീരുമാനത്തിലാണ് ദേവസ്വം ഭരണസമിതി. യഥാർത്ഥ വസ്തുതകൾ ദേവസ്വം ഭരണസമിതി തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ സംഘപരിവാറിന്റെ ഒരു വ്യാജ പ്രചരണം കൂടി ഇതോടെ പൊളിഞ്ഞു വീണിരിക്കുകയാണ്. കൈരളി ന്യൂസ്, തൃശൂർ.